അമേരിക്ക, സൂപ്പർമാൻ, ബാറ്റ്മാൻ തുടങ്ങിയ ആഗോള സൂപ്പർ ഹീറോസിന്റെ ആരാധകരായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ്. പുതുതലമുറയ്ക്ക് മാത്രമല്ല, പ്രായഭേദമന്യേ സിനിമാ പ്രേക്ഷകരെ രസിപ്പിക്കാൻ ഇതിനോടകം തന്നെ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുംതോറും ലോക കാണാനെത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നതായാണ് ബുക്കിംഗ് സൈറ്റുകളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന് പുറത്ത് ലോകയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ സീരീസാണ് മലയാളത്തിൽ നിന്ന് ലഭിച്ചതെന്നാണ് അടിവരയിടുന്നത്. അനൗൺസ്മെന്റ് മുതൽ തന്നെ സർപ്രൈസ് നിലനിർത്തിയിരുന്നു ലോക. ഒരു വലിയ യൂണിവേഴ്സ്, അതിനു 4 ചാപ്റ്ററുകൾ, അതും ഫാന്റസി ജോണറിലെ സൂപ്പർ ഹീറോ സിനിമകൾ. മലയാളത്തിന് അത്ര സുപരിചിതമല്ലാത്ത ഒരു പ്രോജക്റ്റ്. ഇതിനെല്ലാം അപ്പുറത്ത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് നിർമ്മാണമെന്ന ഒറ്റ കാരണത്താൽ ഞെട്ടൽ ഇനിയുമേറെയുണ്ടെന്ന് വിശ്വസിച്ചവരാണ് സിനിമാ പ്രേമികളിലേറെയും. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. തിയേറ്റർ ഇളക്കിമറിക്കാനും പ്രേക്ഷകരെ വലിയ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പോന്ന ഒരു സിനിമയായി തന്നെ ലോക ചാപ്റ്റർ 1 മാറി. ദുൽഖർ സൽമാൻ നിർമ്മാതാവായ ചിത്രത്തിന്റെ പ്രചാര തന്ത്രങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. മറ്റു മലയാള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പ്രീ പ്രൊഡക്ഷൻ കാലയളവിൽ നൽകാറുള്ള ഹൈപ്പ് ലോകയ്ക്കുണ്ടായിരുന്നില്ല. ട്രെയിലർ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊരു സിനിമ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് പ്രേക്ഷകരിൽ പലരും ആദ്യമായി അറിയുന്നത്. അതുതന്നെയായിരുന്നു സിനിമയുടെ സെല്ലിംഗ് പോയിന്റ്. സംവിധായകൻ ഡൊമിനിക് അരുണും നിർമ്മാതാവ് ദുൽഖർ സൽമാനും അണിയറ പ്രവർത്തകർക്കും ലോകയുടെ സാങ്കേതിക മികവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് ദുൽഖറിന്റെ വേഫറർ ലോകയുടെ ആദ്യ ചാപ്റ്റർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആകെ ചെലവ് 30 കോടി എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ 30 കോടിക്ക് ഇത്രയും വലിയൊരു ക്യാൻവാസ് സാധ്യമോ എന്ന ചോദ്യം പ്രേക്ഷകരിൽ ഉണ്ടാവും. 500 കോടിക്ക് ബ്രഹ്മാണ്ഡ സിനിമ എന്ന ലേബലിൽ പുറത്തിറങ്ങുന്ന ബോളിവുഡ് ചിത്രങ്ങളെ പോലും അമ്പരിപ്പിക്കുന്നതാണ് ലോകയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. തങ്ങളുടെ പണിശാലയിൽ ലോക 1 സർവ്വസജ്ജമാക്കിയ ശേഷം ഒറ്റ ട്രെയിലറിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു. ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിൽ മികച്ച പ്രീ ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചത്. ആദ്യ ഷോ പൂർത്തിയായപ്പോൾ ലോക ഗ്രാഫ് വീണ്ടും ഉയർത്തി. ലോകയെ പാൻ ഇന്ത്യൻ തലത്തിൽ മലയാളത്തിന്റെ ബ്രാൻഡാക്കാനുള്ള ദുൽഖറിന്റെ കച്ചവട ബുദ്ധിയും ഫലം കണ്ടു. സുപ്രധാന ക്യാമിയോ റോളുകളെ കുറിച്ച് യാതൊരു സൂചനയും ആർക്കും കൊടുത്തില്ല. അങ്ങനെ പുറത്തുവിട്ടാൽ ആദ്യ ദിനം ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഇരട്ടി കളക്ഷൻ കിട്ടുമായിരുന്നു. എന്നിട്ടും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം സിനിമ കളം പിടിക്കണമെന്ന സ്ട്രാറ്റജി ദുൽഖറിനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 30 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ആദ്യ ദിനം 2.7 കോടി മാത്രമാണ് നേടിയതെങ്കിൽ രണ്ടാം ദിനം ഇന്ത്യ നെറ്റ് കളക്ഷൻ 4 കോടിയായി ഉയർന്നു. അങ്ങനെ 3 ദിനം കൊണ്ട് വാരിക്കൂട്ടിയത് 10 കോടി. ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രമാണിതെന്ന് ഓർക്കണം. ആദ്യ ദിനത്തെ മികച്ച പ്രതികരണത്തിന് ശേഷം കേരളത്തിൽ മാത്രം 100ഓളം സ്ക്രീനുകളിൽ കൂടുതൽ ലോകയ്ക്ക് ലഭിച്ചു. തെലുങ്കിൽ വെള്ളിയാഴ്ച മാത്രം 35 ലക്ഷമാണ് ലോക നേടിയത്. കേരളത്തിന് പുറത്തും ചിത്രത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. കേരളത്തിനു പുറത്ത് ലോക ഇത്രയും ചർച്ചയാകാനും പ്രധാന കാരണം ദുൽഖർ തന്നെ. സിനിമാ അഭിനയത്തിൽ മാത്രമല്ല, നിർമ്മാണത്തിലും ഇതിനോടകം തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേഫറർ ഫിലിംസിലൂടെ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട്. അതിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് താരം. അതുകൊണ്ട് തന്നെ ലോക സീരീസിലെ വരാനിരിക്കുന്ന ചിത്രങ്ങളിലും പ്രേക്ഷക പ്രതീക്ഷയേറെയാണ്.